ഇവര് പാരടിപ്പാട്ട് പാടി അങ്ങനെ നടക്കുകയായിരുന്നു. ഇവിടെ വിഷ്ണുനാഥ് പാരടിപ്പാട്ട് പാടി, അത് കഴിഞ്ഞിട്ട് പാർലമെന്റിന്റെ മുമ്പിൽ പോയി നിരന്ന് നിന്ന് പാരടിപ്പാട്ട് പാടി. ഇവിടെ മഴക്കാല കെടുതി വന്നു. ഒരു ശോകഗാനം പോലും പാടാത്തവരാണ്, അല്ലെങ്കിൽ ഒന്ന് മൂളിപ്പാട്ട് പോലും പാടാത്തവരാണ് നേരെ പാരടിപ്പാട്ട് പാടാൻ ഡൽഹിയിലേക്ക് പോയത്. അവിടെ പോയി പാരടിപ്പാട്ടും പാടി. ഇപ്പൊ എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ പാരടിപ്പാട്ട് കേൾക്കുന്നില്ല. കേൾക്കുന്ന പാട്ടാകട്ടെ ഇങ്ങനെയുമാണ്: സ്വർണപ്പാളികൾ ബ്രേസ്ലെറ്റായി, സ്വർണപ്പാളികൾ ഏലസായി, സോണിയ മാഡം പോറ്റിക്കൊപ്പം. ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവർ പോയതിനെ സംബന്ധിച്ച് പറയുന്നുണ്ടോ? ഇപ്പൊ പോറ്റി പോയത് വേണമെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം, വേണമെങ്കിൽ നമുക്ക് പറയാം പോറ്റിയെ പിന്നെ അവിടെ കൊണ്ടുപോയി എന്ന് പറയാം. പക്ഷെ സ്വർണം കട്ടവനും അത് വാങ്ങിയവനും ഒരുമിച്ച് എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തി? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ഈ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് UDF ഈ സഭ ബഹിഷ്കരിക്കുന്നത്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രതിപക്ഷത്തെ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി പറയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ കേരളത്തിൽ നിന്നുള്ള ഒരു MP അദ്ദേഹം പോറ്റിയുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് വാങ്ങുന്നത് നമ്മൾ കണ്ടു. ഒരു ചാനൽ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് അത് ഈത്തപ്പഴമാണ് എനിക്ക് തന്നതെന്നാണ്. പക്ഷെ ആ ഗിഫ്റ്റ് പാക്ക് ചെയ്തിരിക്കുന്ന ആ കവർ കാണുമ്പോൾ അതിനകത്ത് ഈത്തപ്പഴമാണെന്ന് തോന്നുന്നില്ല. അപ്പൊ ഈത്തപ്പഴം വളരെ എളുപ്പത്തിന് പറയാൻ പറ്റുന്ന ഒരു സാധനമായതുകൊണ്ട് ആ MP ബോധപൂർവം ഈത്തപ്പഴത്തിന്റെ പേര് പറയുകയാണ്. അങ്ങനെ പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല.